कच्चा बादाम मेरा कच्चा बादाम कच्चा बादाം. ഇത് നമ്മുടെ മെമ്പറുടെ ഫോട്ടോ ഇല്ലേ? ഇവർ പുതിയ ഉടായിപ്പായിട്ട് ഇറങ്ങിയ എന്തുവാണ് ഫ്ലെക്സൊക്കെ വെച്ച് കിട്ടുന്നത്? നീയാ ഇതാ കിന്നരിപ്പാടം റോഡില്ലേ, നമ്മുടെ മെമ്പർ മുൻകൈ എടുത്ത് നടത്തിയ റോഡ്, അതിന്റെ ഫ്ലെക്സാ. എങ്ങനെയുണ്ട്? അതാ കിന്നരിപ്പാടം വാങ്ങാൻ ആള് വന്നെന്ന് പറയുന്നുണ്ട്. ഇവിടെ മൊത്തം നടക്കുന്ന ഉടായിപ്പ, നാട്ടുകാരൊന്നും ശരിയല്ല. ശരി വിട്ടുപോകോളാം. ചിഞ്ചുവിന് ഇപ്പൊ എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല. അതിന് തന്നോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു ആര് പറഞ്ഞു? അയ്യടാ, അല്ല നമ്മളെ അയൽക്കാരല്ലേ, അപ്പൊ അതിന്റെ ഒരു സ്നേഹം കാണാതിരിക്കത്തില്ലല്ലോ. അല്ല അതിന്റെ അല്ല ഇത് ഏത് ഇതെന്തോ കൊട്ട തേങ്ങ തേങ്ങ എവിടെ? അയൽക്കാരന്റെ സ്നേഹം കൊണ്ട് ഇയാൾ അങ്ങോട്ട് മാറുന്നില്ലേ? എനിക്ക് പോകണം. ചോദിച്ചാലും പറഞ്ഞിട്ട് ഇയാൾക്ക് സർക്കാർ ജോലി മേടിക്കാൻ പറ്റുമോ? എൻ്റെ ചേട്ടൻ എന്നെ ഒരു സർക്കാർ ജോലിക്കാരെ കൊണ്ടേ കെട്ടിക്കൂ. ബെസ്റ്റ്. ഈ കാട്ടുമുക്കി തന്നെ കെട്ടാൻ വരാം. ആ പണം 4 പോസ്റ്റാ സർക്കാരിൻ്റെ എന്ന് പറയാം. അതിനകത്ത് കറണ്ട് ഉണ്ടേ ഭാഗ്യം. അപ്പോഴാണ് നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ. താനിവിടെ നാടിനെ കുറ്റം പറഞ്ഞോണ്ട് നില്ല, ഞാൻ പോവാ. പോ. ചിഞ്ചു പോലെന്താ പഞ്ചോൺലൈനി വന്നത്. ഇതുവാടാ ചിഞ്ചുവായിട്ട് നിന്നൊരു സംസാരം. ഞങ്ങൾ അയൽക്കാരല്ലേ, കണ്ടപ്പോൾ അതും ഇതൊക്കെ അങ്ങ് സംസാരിച്ചിരുന്നതാ. നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയുകയായിരുന്നാ മതി. നീ ഒന്ന് കളിക്കാൻ പോയില്ലൂടെ? ഓടോ, ആ പിള്ളേരെ പന്തടിച്ച സജിയുടെ പറമ്പിലിട്ട് അവിടെ പോയിട്ടുള്ള പന്ത് ഏതാ കിട്ടിയിട്ടുള്ളൂ. കാര്യമായി. അയാളൊരു സൈക്കോയാ. വലിയ ചാക്കൊക്കെ ആണല്ലോ. അത് മണിക്കുട്ടിക്കുള്ള തൂപ്പാ. തൂപ്പ് മാത്രം അല്ലല്ലോ, അത് പിന്നെ നമ്മുടെ ശാന്തക്കയുടെ ചക്ക ഉണ്ട്, അതുകൂടെ ഉണ്ട്. നല്ല മുള്ളൻ ചക്കയാ. അല്ല മുഴുത്ത ചക്ക. ഞാൻ പറഞ്ഞില്ലേ നിന്നോട് മുള്ളൻ ചക്കയാന്ന്. എന്തോ പറ്റി? ഇത് നേരത്തെ ആണല്ലോ. താണിവിടെയാണോ എൻ്റെ വണ്ടി എടുത്തോണ്ട് പോയത്? ഇവിടെ രാവിലെ എന്നെ കാണാൻ വന്നേ. അപ്പൊ നിങ്ങളുടെ അമ്മ പറഞ്ഞ് പോയി പാല് മേടിച്ചോണ്ട് വരാൻ. അങ്ങനെ പോയല്ലേ? എന്നിട്ട് പാലെന്തേ? അതാണെങ്കിലേ അങ്ങോട്ട് പോയപ്പോൾ കാസിം ഭായി അവിടെ നിൽക്കുന്നു. അയാൾക്കാണെങ്കിൽ കുറച്ച് പൈസ ഞാൻ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങ് പോരുന്നു. നീ എന്താ ഈ കിടന്ന് നോക്കുന്നത്? അല്ല താനല്ലേ വണ്ടി എടുത്തോണ്ട് പോയത്, പാർട്സ് എല്ലാം ഉണ്ടാന്ന് നോക്കട്ടെ. ഒരു വിറ്റാലും അറിയത്തില്ല. ചേടാ, താനേതിലും വന്ന് നന്നായി. നമുക്കൊന്ന് കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകണം. എന്നാ വാപ്പാ. ഇങ്ങനെയാണോ ഇവിടെ ചിഞ്ചു എന്ന് വിളിക്കുന്നത്? രാവിലെ എങ്ങോട്ടാ രണ്ടാളും കൂടി? ചേട്ടാ പെട്ടെന്ന് വണ്ടി അങ്ങ് ഓഫായി പോയി. ഞങ്ങളാണെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കാണ്ട് ഇറങ്ങിയായിരുന്നു. പിന്നെ ചേട്ടന്റെ ഈ പട്ടി ഷോ അല്ല, ചേട്ടന്റെ ബോഡി ഷോ ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോ എത്തി? അതോ ഇന്ന് രാത്രി എത്തിയതേ ഉള്ളൂ. പിന്നെ ചേട്ടന്റെ ബോഡി ഷോ ടിവിയിലുണ്ടെന്നൊക്കെ പിള്ളേർ പറഞ്ഞു കേട്ടല്ലോ. അത് ഇന്ന് രാത്രി പരിപാടി. ഇവിടെ ആണെങ്കിൽ പുല്ല് കേബിളും കട്ടായി കിടക്കുക. അണ്ണാ നമ്മുടെ പിള്ളേരെ വിളിച്ചാൽ മതി അണ്ണാ, അവരൊന്നും കെട്ടിത്തരും. അവന്മാരെനി കറങ്ങി തിരിഞ്ഞ് എപ്പോഴാ വരുന്നത് ആർക്കറിയാം. എനിക്കാന്നെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോവുകയും വേണം. അതിന്റെ ഒപ്പം തന്നെ പുല്ലി മഴയും കയറി വന്ന്. അതിനെന്താ ചേട്ടാ, ഞങ്ങള് അങ്ങോട്ട് ബില്ലടയ്ക്കാൻ പോവല്ലേ, ഞങ്ങൾ അടച്ചേക്കാം. വേണ്ടടാ, നീയൊക്കെ അതിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ട, ഞാനങ്ങ് അടച്ചോളാം. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് ചേട്ടാ, ചേട്ടൻ പോയ ബില്ലും ക്യാഷും കൊണ്ട് എടുത്തോണ്ട് പോവാ. നീമാർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തുവാ? ചിഞ്ചു, ആ ക്യാഷും ബില്ല് എടുത്തോണ്ട് വാടി. രാജേഷേ, നീ അങ്ങോട്ടല്ലേ, അവിടെ എടുത്തോണ്ട് വരും. ചേട്ടന്റെ ബോഡിയൊക്കെ കൊള്ളാമല്ലോ. മിസ്റ്റർ കിന്നരിപ്പാടത്തിന് വേണ്ടിയൊക്കെ മത്സരിച്ചുകൂടായോ? അതൊക്കെ എന്ത്, അതൊക്കെ സിമ്പിൾ. നമ്മളൊക്കെ അതുക്കും മേളെ. മിസ്റ്റർ ഉഗാണ്ട. ഉഗാണ്ട എങ്ങനെ ഉണ്ട്? അടിപൊളി.
വയറൊക്കെ അങ്ങ് ചാടിയല്ലോ. സ്കൂട്ടറിൽ തന്നെ ഇരുന്നാൽ മതിയോ? ഇങ്ങോട്ട് ഇറങ്ങി വാ, 2 എണ്ണം അടിച്ചിട്ട് പോ. വൈകിട്ട് പോരായോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, പുള്ളപ്പടിക്കുന്ന കാര്യമാണ് പറഞ്ഞേ. ഇങ്ങോട്ട് ഇറങ്ങി വാ. പാലപ്പം, വെള്ളയപ്പം, പുള്ളപ്പം. പുള്ളപ്പം എങ്കിൽ പുള്ളപ്പം 4 തിന്നിട്ട് പോവാം. ആ കയറിക്കോ. ചാടി പിടിക്കാനാ പറഞ്ഞത്. എവിടെ? അപ്പൊ ഞാൻ കേട്ടോ വൈകിട്ട് കാണാം. നിനക്ക് വേറെ ജോലി ഇല്ലയോ? അപ്പൊ അവറേജിന്റെ ഒക്കെ ബില്ലടയ്ക്കാൻ വേണ്ടി. അതല്ലടോ, നമുക്ക് പൊട്ടനെ സോപ്പിടാം. മാത്രമല്ല അവളുടെ മുമ്പിൽ ഒരു ആള് ആകാല്ലോ. ആ പിന്നെ ഒന്ന് പോടാ ഇറങ്ങി ചുമ്മാതെ വെറുതെ. ഇപ്പൊ ചത്തയല്ലോടാ മലയണ്ണാനെ. എന്തുവാണ് ഈ കാണിക്കുന്ന? ബ്രോ രാജൻ ബ്രോ മട്ടാഞ്ചേരി പിച്ചാത്തി കൂടെ ഇറങ്ങിയിട്ടുണ്ട്. പിച്ചാത്തി കൂട്ടനാ? ആ അങ്ങേർക്കെതിരെ കേസ് കൊടുത്തതിന് മെമ്പർ സുമതി ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഓ, ആ പരന്തോപ്പനും പിള്ളേരും ഇങ്ങനെ തപ്പി നടക്കുക. ആ നിങ്ങൾ ഇങ്ങോട്ട് കയറി, അവിടെ ചെന്ന് പ്രശ്നമാകുന്നതിന് മുമ്പ് നിങ്ങൾ വാ. താനെ പോയി ബില്ലടച്ചിട്ട് വാ. അല്ലെ സീനം. വണ്ടി എടുത്തു താൻ അടച്ചിട്ട് അങ്ങോട്ട് പോര്. കൊലകൊമ്പനാടിവൻ നിരയിൽ വമ്പനാടിവൻ പല കൊമ്പൊടിച്ചു വീമ്പടിച്ചു വന്നതാണിവൻ. മന്ത്രമില്ല മായമില്ല എതിരിടും ആരെയും, കുതന്ത്രമില്ല തന്ത്രമില്ല പോരിടും ആരെയും. കൊലകൊമ്പനാടിവൻ നിരയിൽ വമ്പനാടിവൻ പല കൊമ്പൊടിച്ചു വീമ്പടിച്ചു വന്നതാണിവൻ. മന്ത്രമില്ല മായമില്ല എതിരിടും ആരെയും, കുതന്ത്രമില്ല തന്ത്രമില്ല പോരിടും ആരെയും. ആ കുട്ടനോ? ആ കുട്ടൻ തന്നെ. എന്തൊക്കെയുണ്ട് കൂട്ടാ വിശേഷം? ആ വിശേഷമൊക്കെ പറയാം. താനാദ്യം തന്നെ പെണ്ണുപിള്ളേ വിടും. വിളിക്കാമല്ലോ. സുമതി, സുമോ. കാസിം ഭായ്, ഇറച്ചിയൊക്കെ ആയിട്ട് എങ്ങോട്ടാ ഭായി? നിന്റെ ഇറച്ചി നമ്മളിപ്പോ എടുക്കും. കള്ള ഹിമാറ അന്നെ നമ്മൾ നോക്കി നടക്കായിരുന്നു. എവിടാ നമ്മുടെ കിണ്ടി? അതിക്കാന്റെ പുറയിലില്ലയോ? ആ മുക്കേ അന്നെ നമ്മൾ നമ്മുടെ കടയിൽ നിർത്തി. എന്നിട്ട് അവിടുന്ന് റോട്ടൂറിലെയും ഒരു കിണ്ടി അടിച്ചോണ്ട് പോയല്ലോടാ. എനിക്ക് അതിന്റെ കായ് വേണം. കായ് കിട്ടാൻ നിന്നെ വിടൂല മോനെ. വേണ്ട നമ്പറേ, നിങ്ങൾ എനിക്കൊരു കേസ് കൊടുക്കുന്നു കേട്ട് അത് നിങ്ങളുടെ വായ കൊണ്ട് കേട്ടറിയാൻ തന്നെ ആയിക്കൂട്ടം വന്ന്. നീ വലിയ ന്യായമൊന്നും പറയണ്ട. എന്റെ പറമ്പിലെ വാഴക്കുലയെല്ലാം വെട്ടിക്കൊണ്ട് മട്ടാഞ്ചേരിക്ക് മുങ്ങിയ കള്ളനല്ലേടാ നീ? പെണ്ണുപിള്ള ഇല്ലാത്തത് പറയരുത്. അന്റെ കൈ പൈസ കാണൂല്ല പോയാ. ഒന്നും ഇല്ല ഭായി, കറണ്ട് ചാർജ് അടയ്ക്കാനുള്ള പൈസയാ ഭായി. നിനക്ക് എന്തിനാടാ കായ്? ഇല്ലാത്തത് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോഴാ അവന്റെ ഒരു പെണ്ണുപിള്ള എനിക്ക് ആരുടെ കൊല എടുക്കേണ്ട കാര്യമില്ല. എനിക്കേ നല്ല 1-ാം തരം കൊലയുണ്ട്. അതേത് കൊല? അതെന്റെ വീടിന്റെ വടക്ക വെച്ചിരിക്കുന്ന ഏത്തക്കൊല. ആ അക്കൊല. പിന്നെ നീ ഏത് കൊലയുടെ കാര്യം വിചാരിച്ചു? ചെമ്പല്ലേ വിളിക്കുന്നത്? ഹലോ രായ, എന്താണോ മുമ്പേ? സവാള ഉണ്ടോടാ? സവാളയാ? എന്തിനാ? അരിഞ്ഞു വെച്ചോ, ഞാനങ്ങോട്ട് വരുവാ. എന്തിനാ താൻ ബില്ലടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? വേണ്ട പെണ്ണുപിള്ള, നിങ്ങളെ ഒന്നും പറയാത്തതേ പഞ്ചായത്തിന് ഒരു കക്കൂസ് അനുവദിച്ചുകൊണ്ട് മാത്രമാ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. അതുകൊണ്ടേ ആ കക്കൂസ് കൂട്ടിനങ്ങ് വേണ്ടാന്ന് വെക്കും. ഈ പഞ്ചായത്ത് കൊണ്ട് നാറുമല്ലോ. ആ അത് കുട്ടണ്ണന്റെ കപ്പാസിറ്റി. രാവിലെ നല്ല വൈബാണല്ലോ. സാധനം എവിടെ നിന്ന് കിട്ടി? സാധനോ? ഏതാ ഈ പെരുന്തത്തിന്റെ തലയുള്ളത്? Who is that great man bro? അതേത് പഴയ ഫ്രീക്കനാണോ? ഏതാണത്? അണ്ണയും മറ്റേ ദേവദാസ് അണ്ണന്റെ മോൻ ലീഫ് സുധി. ഇല്ല മാങ്ങാട്ടി തലയുണ്ട്. ആ ഇവനെ അങ്ങ് കൊച്ചിയിലായിരുന്നു. ആ ഉമ്മ അല്ല ഇങ്ങനെ ഇരിക്കുന്നു. നീയൊക്കെ ഇവിടെ കിടന്ന് ചെലച്ചോ. നിനക്കൊക്കെ ഇനി അഴിമതി. എടാ ഞാൻ കാണിച്ചു തരാം മെമ്പർ സുമതി ആരാണെന്ന്. വേണ്ട പെണ്ണുമ്പിള്ളെ, നിങ്ങൾ കിന്നരി പാടത്തോടെ പണിഞ്ഞ റോഡ് എന്തിനെന്നും അതിന്റെ വരവുക ചെലവുക അങ്ങനെ നിങ്ങൾ എല്ലാവരും തിന്നക അങ്ങനെ മൊത്തത്തിലുള്ള കായുടെ കണക്ക് അറിഞ്ഞിട്ട് തന്നെ കൂട്ടം വന്നിരിക്കുന്നത്. അതുകൊണ്ടേ
ഇവിടെ വെള്ളത്തിലെങ്കിൽ ഇങ്ങോട്ട് വേണ്ട. ആ ആഹാ അങ്ങനെ കയറി പോയാലോ. താങ്കൾ ചൊറിഞ്ഞു മാന്തിക്കാതെ എൻ്റെ പെണ്ണുമ്പോളെ കൊണ്ട് വിളിച്ചിട്ടോളൂ. ഈ പ്രശ്നത്തിന് ഇന്ന് എനിക്കൊരു പരിഹാരം കാണണം. ഇല്ലെങ്കിലേ ഈ വീട് ഞാൻ നിർത്തി ഞാൻ കത്തിക്കും. അങ്ങ് വട്ടാതിരി പോയി ചോദിച്ചാൽ മതി ഈ കുട്ടൻ ആരാന്ന്. അതിനെന്താ കുട്ട, പരിഹാരം കാണാമല്ലോ. കുട്ടൻ ഇങ്ങനെ ചൂടാവരുത്. ചൂടായ BP അങ്ങ് കൂടും. ഈ ശംഖു അദ്ദേഹം അവളോട് പറഞ്ഞ് എല്ലാം ശരിയാക്കും. ആ കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ, നിങ്ങളാടാ ഇവരുണ്ടോ? കൂട്ടണം പിന്നെ എന്ത് വെച്ചാലും പൊളിയല്ലേ. എന്നോട് പ്രത്യേകം ചോദിക്കണം. ഇവരെന്തോടാ ഗിത്താറും പിടിച്ചിട്ട് വന്നിരിക്കുന്നത്? ആ കണ്ണാടി മാറ്റി നോക്കോ മനുഷ്യ, അത് തോക്കാണ്. ആർക്കൊക്കെയാ പരിഹാരം കാണേണ്ടത്? എല്ലാത്തിനും ഞാൻ പരിഹാരം കാണും. നിങ്ങൾ നോക്കി നിങ്ങളെ കത്തിയെടുത്ത് വീശു കൂട്ടണ. അണ്ണാ അങ്ങോട്ട് വന്നേരെ. ഞങ്ങളാണ് കാട്. ശകുണ്ട എന്നെ ചെയ്യലണ്ട. ശകുണ്ട ഒന്ന് വെക്കല്ല, അവര് പോയണ്ട എന്നെ പോകല്ല. ശകുണ്ട എനിക്ക് പൈസ ഓപ്പറേഷൻ കഴിയണ്ട. സുമതിയൊക്കെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്. ശകുണ്ട പൊട്ടച്ചേരി ഭഗവതി. അപ്പു പങ്കിളി വായാടി. ഈ രായം ഫോൺ വിളിച്ചാൽ എടുക്കത്തുമില്ല ഇവൻ. അമ്മേ അമ്മേ, വീട്ടിലാരും ഇല്ലയോ? നീയൊക്കെ എന്റെ കറണ്ട് ചാരടിക്കാൻ വെച്ച കാശ് പൂട്ടടിക്കും. അവന്റെ ഒരു ചെമ്പും കമ്പും എന്റെ ഗരുഡസ്വാമി. ഏറ്റില്ലേ?